ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പരിപ്പ് വടയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഏറ്റവും കുറഞ്ഞ ചേരുവ മതി തയ്യാറാക്കാനായി. വളരെ സിമ്പിളാണ് ഈ പരിപ്പ് വട തയ്യാറാക്കാൻ, വളരെ ടേസ്റ്റിയുമാണ്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് വട എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഈ വട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പരിപ്പാണ്. ഇതൊന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളമെല്ലാം നന്നായി വാർത്തെടുക്കണം. അങ്ങനെ വെള്ളമെല്ലാം നന്നായി വാർത്തെടുത്ത പരിപ്പാണിത്. നമുക്കിനി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരക്കരുത്, കുറച്ച് തരിപ്പോടെ അരക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ചെറിയ പരിപ്പ് വടയാണ്. ചെറിയ ബോൾസായി ഉരുട്ടിയെടുത്ത് കയ്യിലൊന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. ഈ ഷേപ്പിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, എന്നാലേ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടൂ. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ നിറമാക്കി എടുക്കണം, എന്നാലേ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ ടേസ്റ്റുള്ളൊരു പരിപ്പ് വടയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.